പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെഞ്ഞാറമൂടുള്ള അഫ്ഫാൻ്റെ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉമ്മേനെയും അങ്ങനെ കുടുംബത്തിലുള്ള കുറേ ആളുകളെ, പിതൃ സഹോദരനെയൊക്കെ, അനിയനെയൊക്കെ, കാമുകീനെയും എല്ലാവരെയും സാമ്പത്തിക 65 ലക്ഷം കടത്തിൻ്റെ പേരിൽ അവസാനം എല്ലാവരും കൂടി ഒരുമിച്ച് മരിക്കാൻ തീരുമാനിക്കും. ആരെങ്കിലും ഒരാൾ മരിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരാളെ ഒഴിവാക്കാണ്ട് മൂപ്പര് ചുറ്റിയൊക്കെ കൊണ്ട് തലക്കടിച്ച് കൊന്നിട്ടുള്ള ഒരു വാർത്ത വളരെയധികം ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. വയലൻസിൻ്റെ കുറേ വാർത്തകൾ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വയലൻസിലെ ഏറ്റവും വലിയ വയലൻസുകളിൽ വയലൻസ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. 65 ലക്ഷം, ഇതിൽ പറയുന്ന 65 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു മൊത്തം ഫാമിലിക്ക്. അതായത് അഫ്ഫാൻ്റെ ഉമ്മച്ചി വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി 12 പേരിൽ നിന്നായി ഒരുപാട് കടം വാങ്ങിയിരുന്നു. അവസാനം ഇത് ഫുള്ള് റോളിംഗ് ആയിരുന്നു. ഇവിടുന്ന് വാങ്ങിയിട്ട് അവിടെ കൊടുക്കുക, അങ്ങനെ അവസ്ഥയിലായിരുന്നു. അവസാനം ഇത് മൊത്തത്തിൽ സ്റ്റക്കായി. അപ്പോൾ ഈ കടം കൊടുത്ത ആളുകൾ തിരിച്ച് ചോദിക്കുന്ന ഒരവസ്ഥയിലെത്തി. അപ്പോൾ ഏറ്റവും അവസാനം വേറെ വഴിയൊന്നും ഇല്ലാണ്ട് ഇവർ എല്ലാവരും മരിക്കാമെന്ന് തീരുമാനിക്കും. അപ്പോൾ അഫ്ഫാൻ ആരെങ്കിലും ഒരാൾ ഇതിൽ മരിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും കൊല്ലാൻ അഫ്ഫാൻ തീരുമാനിച്ചതാണ്. എന്നിട്ട് അഫ്ഫാൻ സ്വയം ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് എന്നൊക്കെ. അങ്ങനെ അഫ്ഫാൻ ഉമ്മയെ ആദ്യം കൊല്ലുകയും പക്ഷെ ആൾ കഴുത്തിൽ മുറുക്കിയിട്ട് ഉമ്മേനെ കൊല്ലാൻ ശ്രമിക്കുകയും എന്നിട്ട് മൂപ്പര് ഒരു മരിച്ചു എന്ന് മൂപ്പര് ഉറപ്പ് വരുത്തിയിട്ട് മറ്റുള്ളവരെ കൊല്ലാനുള്ള ഒരു പരിപാടിയൊക്കെ ഇരുന്നത്. പക്ഷേ എന്താ അവസ്ഥ വെച്ചാൽ മൂപ്പരുടെ പുറത്തേക്ക് പോയിട്ട് ചുറ്റികയ്ക്ക് 1500 രൂപ വേറെ സ്ഥലത്ത് നിന്ന് കടം വാങ്ങിയിട്ട് ചുറ്റിക വാങ്ങി. മൂപ്പര് അതുപോലെ ഈ കൊലപാതകങ്ങൾക്കിടയിൽ ബാറിൽ പോയിട്ട് മദ്യപിക്കുകയും ചെയ്ത് കുപ്പി വാങ്ങി തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയും ചെയ്ത് അവിടുന്ന് മദ്യപിക്കുകയും ചെയ്ത് ഫർസാനയിൽ വീട്ടിൽ അവിടെ വന്ന സമയത്ത് ഉമ്മച്ചിയുണ്ട് ഇത്ര നിലത്ത് കിടന്നിട്ട് തല പൊക്കി നോക്കുന്നു. അതായത് ഉമ്മച്ചി മരിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് മൂപ്പരങ്ങനെ ആ ചുറ്റിയും കൊണ്ട് ഉമ്മച്ചീനെ അടിച്ച് കൊല്ലുക, ഫർസാനേനെ വീട്ടിലേക്ക് വിളിക്കുകയും ഫർസാനേനെ അതേപോലെ തലയ്ക്കും ഇടിച്ച് കൊല്ലുകയൊക്കെ. അപ്പോൾ ആ ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോൾ. അതായത് തലയിലൊക്കെ കുഴിയാണ് ഇത്രയും, ഈ ചുറ്റിയും കൊണ്ട് ആഞ്ഞടിച്ചിട്ട് തലയിൽ കുഴിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ഒരു യുവാവാണ് ഈ സംഭവിച്ചത്. അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇത്രയും വലിയ വയലൻസ് ഒക്കെ അവൻ ചെയ്തു. അപ്പോൾ മദ്യപിച്ചിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ മൂമ്മച്ചീനെ കൊല്ലുന്നു, അതേപോലെ പിതൃ സഹോദരനെ കൊല്ലുന്നു, മൂപ്പരെ വൈഫിനെയും കൊന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലുള്ള അവസ്ഥ. അനിയനെയും കൊന്ന്. അനിയനെ കുറിച്ചൊക്കെ ആളുകൾ അത്രയും പഞ്ചപാവായിരുന്നു. അനിയനെ ഒരു ഉപ്പ നോക്കണ പോലെയാണ് അഫ്ഫാൻ നോക്കിയിരുന്നത്. ആ ചെക്കനാണ് അത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂമ്മച്ചി പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പിങ് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് മനുഷ്യന്മാരെയും സാമ്പത്തികമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് കാട്ടിക്കൂട്ടുന്ന ഓരോ സാധനങ്ങളുണ്ട്. പിന്നെ പിതൃ സഹോദരൻ ആളുകൾക്ക് മൂപ്പരെ ഉപദേശിച്ചത് മൂപ്പർക്ക് സഹിച്ചില്ല. അതായത് വെറും ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്, ഈത്ത പറയുകയാണ് ചെയ്തത്, പൈസ സഹായിച്ചില്ല. അതുകൊണ്ട് പിതൃ സഹോദരനെയും വൈഫിനെയും കൊന്നു എന്നൊരു സംഗതി. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് കാമുകീനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മുപ്പത്തേരെയും കൊന്നിടും. ഒരു സ്വയം എലിവേഷൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ മൂപ്പരും മരിച്ചിട്ടില്ല. ഈ കാമുകീനെ കൊല്ലാനുള്ള കാരണമായിട്ട് മൂപ്പര് പറയുന്നത് വെച്ചാൽ മൂപ്പര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാമുകി ഒറ്റയ്ക്കായി പോലെ വിചാരിച്ചിട്ട് എന്ത് മറ്റോടത്തെ സ്വഭാവമാണോ ചിന്തിക്കുന്നത്. നമ്മൾ പറയുന്നത് വളരെ ഇതായിരിക്കും, എന്നാലും പറയുകയാണെങ്കിൽ ഒരാളെയും കൂടി ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ. നിങ്ങളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു ചെക്കന്മാരായിട്ട് റിലേഷൻഷിപ്പുള്ള പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, നിങ്ങൾ സൈക്കോകളായിരിക്കും ചിലപ്പോൾ സാധനം, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ചെങ്ങായിക്കേ ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ് വിചാരിച്ചിട്ടിപ്പോൾ 30 ജീവൻ പോയി. അപ്പോൾ ഇവൻ്റെ പിന്നെ എന്ത് ഇവൻ ഇല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായി പോകുന്നു. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഒരു സമയത്തൊക്കെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഫ്രസ്ട്രേഷൻ സാധനങ്ങളൊക്കെ മാറിക്കിട്ടും. അതേപോലെ നമ്മളെ ഓരോ സമയത്ത് നമ്മൾ ഉപദേശിക്കാനും ഒക്കെയുള്ള കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും നമ്മളെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ വഴി തെറ്റുമ്പോൾ നമുക്ക് വഴി കാണിച്ചു തരാനുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടയിലേക്ക് തോന്നുന്നു. പിന്നെ ഇതേപോലെ തന്നെ നമുക്കറിയണതാണ്. അപ്പോൾ അവരുടെ വലിയ വീടും കാറും ഇതിനിടയ്ക്ക് എന്തോ വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ എവിടെ പോയിട്ട് അവർ അടിച്ചു പൊളിച്ചിട്ടൊക്കെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇത്രയും കടമുള്ളൊന്നും ആരും വിചാരിക്കില്ല എന്ന്, ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും 65 ലക്ഷം കടമുണ്ടായിരുന്നു. 12 പേരിൽ നിന്നായിട്ട് കാശ് വാങ്ങിയതാണ്. അവസാനം തിരിച്ചു കൊടുക്കാൻ വഴിയില്ലാണ്ട് ഇങ്ങനെ ഏതാണെന്നൊക്കെയാണ് പറയുന്നത്. അവസാനം കാമുകീനെയും കൊന്നു, അനിയനെയും കൊന്നു, ഉമ്മേനെയും കൊന്നു, അങ്ങനെ കുറേ ആളുകളെ കൊന്ന് അവസാനം ഇതായി. എന്തായാലും നമ്മുടെ നാടിന് നല്ല പുരോഗമനമുണ്ട്. മറ്റേ ഇല്ലുമിനാറ്റിയിൽ പറഞ്ഞ പോലെ, മറ്റേ പാട്ട് പറഞ്ഞ മാതിരി മാതാപിതാക്കളെ മാപ്പ് നിങ്ങളെല്ലാവരെയും കൊല്ലും എന്നുള്ള രീതിയിലുള്ള സംഭവമല്ലേ. കട്ടച്ചോരെ കൊണ്ട് ജ്യൂസ് അടിക്കും, സോഡ സർവത്ത്, പിന്നെന്താ പറഞ്ഞത്, കത്തിയും കൊണ്ട് പേന ഹരിശ്രീ എഴുതുന്നു. അപ്പോൾ എന്തായാലും 2025 സ്റ്റാർട്ടിങ്ങിൽ
ജനുവരി ഫെബ്രുവരിയിലായിട്ട് തന്നെ നമുക്ക് കേൾക്കുന്ന വാർത്തകളൊക്കെ അടിപൊളിയാണ് എന്തായാലും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സൈക്കോത്തരങ്ങളുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നം ആളുകൾ ശ്രദ്ധിക്കാം. നമുക്ക് ഒരു 4-5 ലക്ഷം കടണമെങ്കിൽ തന്നെ നമ്മുടെ കിളി പാറൂലേ. അപ്പോൾ ഈ 65 ലക്ഷത്തിൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കാം. അതിപ്പോൾ എവിടുന്നെങ്കിലും വേറെ തിരിച്ചെടുക്കാനും ആ വീട് വിട്ടിട്ടാണെങ്കിലും ഇവർക്ക് ആക്കായിരുന്നു. ഇങ്ങനെ ചാവേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും ബന്ധങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ, ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിൽ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എവിടുന്നെങ്കിലും അതൊന്നൊരു 5 ലക്ഷം രൂപ കൊടുത്തിട്ട് 5 പേര് സഹായിച്ചിട്ടുണ്ടെങ്കിൽ പകുതിയെങ്കിലും പകുതി കൊടുക്കായിരുന്നു. എന്നാലും 25 ആവുള്ളൂ അല്ലേ. എന്തായാലും ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇതാണ് സൊല്യൂഷൻ എന്നൊക്കെ പറയാം. പക്ഷേ നടന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുമല്ല, ഓൻ അതിൽ പറയുന്ന കാര്യമുണ്ട്. അവൻ്റെ സുഹൃത്തിനോട് പോലീസ് സ്റ്റേഷനിൽ അവിടുന്ന് പറയുന്ന ഒരു സാധനം ഇത്ര ഞാൻ അവരെ കൊന്നുവിടാന്നുള്ള രീതിയിൽ വളരെ കാഷ്വലായിട്ട് പറയുന്നു. എനിക്ക് തോന്നുന്നത് ഒരു ഡിപ്രഷൻ്റെ ഈ സാധനമൊക്കെ ഉറക്കമില്ലാണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അനുഭവിച്ചിട്ട് കിളി പാറിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഇടയിൽ വല്ല വേറെ എന്തെങ്കിലും കഞ്ചാവോ കള്ളോ എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല. കള്ളെന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും മാത്രം മരിച്ചില്ല. ഞാൻ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ആ കുടുംബം മൊത്തം പോയി. കടങ്ങളവിടെ അവശേഷിക്കണത്. ഓൻ ജയിലിലാവും. ഓനിപ്പോൾ തൂക്കിക്കൊല്ലുമോ അറിയില്ല. എന്താ അവസ്ഥ അറിയില്ല. അതിന് നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ജീവപര്യന്തം എന്തായാലും ഉറപ്പല്ലേ. എന്തായാലും ജയിച്ചിട്ട് ഓൻ്റെ ഒരു ജീവിതം എന്തപ്പം ഉണ്ടായത് ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ അവസ്ഥ. അതുപോലെ ആ പെണ്ണ് മരിച്ചു. ആ പെണ്ണിൻ്റെ കാമുകില്ല. ആ പെണ്ണിൻ്റെ വീട്ടുകാരെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇത്രയും കാലം വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ എന്താണ് ഇപ്പം ഉണ്ടായത്. ഇങ്ങനൊരു സൈക്കോ കാരണമുണ്ട്, ഇങ്ങനൊരു ചെങ്ങായി കാരണമുണ്ട്. ആ കുടുംബത്തിനുള്ളൊരു കാര്യം ആലോചിച്ചൊക്കെ. ഓൻ്റെ അനിയൻ എന്ത് പഴിച്ച്, ഉമ്മൂമ്മച്ചി എന്ത് പഴിച്ച്, അനിയനൊക്കെ പഞ്ചപാവമാണെന്നൊക്കെ പറയണം. എന്തായാലും വളരെ ഞെട്ടലോ ഉണ്ടാക്കുന്നൊരു വാർത്തയാണിത്. വേറൊരു വീഡിയോയിൽ കാണാം.